2 മാസം കഴിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. അച്ഛനും അമ്മയും ഇപ്പോൾ തീരെ അവളോട് മിണ്ടാറില്ല. അവളെ കാണുമ്പോൾ അച്ഛൻ വഴിമാറിപ്പോവും. ഇതൊക്കെ കണ്ടും കേട്ടും അമ്മ നിശബ്ദമായി കണ്ണീരൊഴുക്കും. അന്ന് മകൾ തിരിച്ചു പോയപ്പോൾ അവർക്ക് വേദനിച്ചില്ല, മറിച്ച് സമാധാനമാണ് തോന്നിയത്. അവളുടെ യാത്ര തെറ്റിൽ നിന്നും തെറ്റിലേക്ക് ഇടവിടാതെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിയും തോറും അവളിൽ കാമുകന്മാരുടെ എണ്ണം കൂടി വന്നു. 2-3 മാസം മാത്രം നീളുന്ന പ്രണയമായിരുന്നു അവർക്കിടയിൽ ഉണ്ടായിരുന്നത്. ആരെയും വകവെക്കാതെയുള്ള ജീവിതം അവൾക്ക് ആനന്ദമായിരുന്നു. ഇന്നവൾ ബാംഗ്ലൂരിൽ അറിയപ്പെടുന്ന കമ്പനിയിൽ തരക്കേടില്ലാത്തൊരു പോസ്റ്റിലാണ്. ബിനി മാഡം ഫ്രീ ആണോ? തൻ്റെ ക്യാബിനിൽ കമ്പ്യൂട്ടറിൽ നോക്കി ഇരിക്കുമ്പോഴാണ് അവൻ പാതി ഡോറും തുറന്ന് തല അകത്തേക്ക് കടത്തി വിനിതയോട് ചോദിക്കുന്നത്. കയറി വാടോ. അവൻ്റെ ചിരിക്കുന്ന മുഖത്തേക്ക് നോക്കി അവൾ അകത്തേക്ക് ക്ഷണിച്ചു. അവളുടെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് അവൻ അകത്തേക്ക് കയറി അവളുടെ മുന്നിൽ ഇട്ടിരിക്കുന്ന ചെയറിലിരുന്നു. അപ്പോഴും അവൾ വർക്കിലായിരുന്നു. കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ നിന്നും കണ്ണുകൾ എടുക്കാതെ അവൾ ചിരിച്ചു. എന്തോടാ ആൻ്റണി, കഴിക്കാറായോ? അവൾ പിന്നെയും അവനെ നോക്കാതെ ചോദിച്ചു. ആയല്ലോ, മതി. ഇങ്ങനെ കഴിക്കാതെ ജോലി ചെയ്തിട്ട് എന്ത് കാര്യം? അവൻ അവളുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചിട്ട് അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തേക്ക് ഓടി നടന്നു. അവൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് വാച്ചിലേക്ക് നോക്കി. 2 മണി കഴിഞ്ഞോ? അവൾ ചിരിയോടെ പറഞ്ഞിട്ട് അവനെ നോക്കി. അവൻ അപ്പോഴും അവളുടെ ഓരോ ചലനവും നോക്കി ലയിച്ചിരിക്കുകയായിരുന്നു. ആൻ്റണി, എന്താ ഈ ആലോചിക്കുന്നേ? വാ, കഴിക്കാൻ പോവാം. അവളുടെ ഉറക്കെയുള്ള വിളി ആൻ്റണി ഞെട്ടി ബോധത്തേക്ക് വന്നു. പിന്നെ ഒരു ചിരിയോടെ എണീറ്റ് പുറത്തേക്ക് നടന്നു. അവൻ്റെ പുറകെ അവളും. ക്യാൻറ്റീനിൽ എത്തും വരെ പരസ്പരം അവർ ഒന്നും സംസാരിച്ചില്ല. ആൻ്റണി എന്നാ നാട്ടിലേക്ക്? മൗനം ഭേദിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പോണം. അമ്മച്ചി അങ്ങ് ചെന്ന കല്യാണക്കാര്യം പറഞ്ഞ് വലിയ ശല്യ. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. 34 വയസ്സായി. ഇനിയും ഒറ്റയ്ക്ക് പോയ ജീവിതത്തിൽ എന്നും ഒറ്റയ്ക്കാവും. അമ്മച്ചിയുടെ സ്ഥിരം ഡയലോഗാണ്. പാവം അനിയന്മാരൊക്കെ കെട്ടി പിള്ളാരുമായി. കഴിച്ചുകൊണ്ട് അവൻ ചിരിയോടെ പറഞ്ഞു നിർത്തി. ഇനി എന്തിനാ വൈകുന്നേ? പിന്നെ എടുത്തു വെച്ചേക്കുമല്ലേ പെണ്ണുങ്ങളെ. അതും ശരിയാ, അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞു. ഒരു കാര്യം ചോദിക്കട്ടെ? അവൻ അവളുടെ ചിരിക്കുന്ന മുഖത്ത് നിന്നും കണ്ണ് എടുക്കാതെ ചോദിച്ചു. ചോദിക്ക് ആൻ്റണി, അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ബിനി എന്താ കെട്ടാത്തെ? കല്യാണപ്രായമൊക്കെ ആയല്ലോ. അവൻ ഗൗരവം കലർത്തി ചോദിച്ചു. അത് ആൻ്റണി, എനിക്ക് ഈ ജീവിതമാണ് ഇഷ്ടം. അതല്ലേ ഞാൻ നാട്ടിലേക്ക് തന്നെ പോവാതെ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് ഭാര്യ, അമ്മ ഇതൊന്നും സെറ്റാവില്ല. എനിക്ക് മരണം വരെ എൻജോയ് ചെയ്യണം. ഒരാളിൽ ഒതുങ്ങി ജീവിക്കാനൊന്നും എന്നെ കിട്ടില്ല. അവൾ അവനോട് പറഞ്ഞിട്ട് വീണ്ടും പൊട്ടിച്ചിരിച്ചു. ഒരാൾ കൂടെ എന്നുമുള്ളത് നല്ലതല്ലേ? എല്ലാം ഷെയർ ചെയ്യാം, എൻജോയ് ചെയ്യാനും. ആൻ്റണി വിടുന്ന ലക്ഷണമില്ലെന്ന് കണ്ടപ്പോൾ അവൾ മിണ്ടാതെയിരുന്നു. എടോ, വളച്ചു കെട്ടുന്നില്ല. എനിക്ക് തന്നെ കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. എന്താ തൻ്റെ അഭിപ്രായം? ആൻ്റണിയുടെ ചോദ്യം കേട്ട് വിനിത ആദ്യമൊന്ന് ഞെട്ടി. ഈ ഓഫീസിൽ വന്ന ഞാൻ മുതൽ പലരും തന്നോട് ലൈംഗിക ചുവയോടെ സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ പലതും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തോ അവരോടൊന്നും വേറെ ബന്ധത്തിൽ പോവാൻ തോന്നിയിട്ടില്ല. അതിൽ നിന്നും മാറി നിന്ന ഒരാളായിരുന്നു ആൻ്റണി. തന്നോട് ആത്മാർത്ഥമായി സംസാരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ആൻ്റണി ആയിരുന്നു. അയാളോട് തൻ്റെ ജീവിതത്തിൻ്റെ താളപ്പിഴവുകൾ പറഞ്ഞിട്ടില്ല. പറയാൻ തനിക്ക് തോന്നിയിട്ടില്ല. അല്ലെങ്കിലും താൻ എന്തിനാ പറയണം? ബിനി ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. യെസ് ആണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നാട്ടിലേക്ക് പോവാം. ആൻ്റണി എണീറ്റ് വാഷ്റൂമിലേക്ക് പോയി. അവൾ എന്തു പറയും? ആൻ്റണി നല്ലവനാ. തനിക്കും മടുത്തു ഈ കുത്തഴിഞ്ഞ ജീവിതം. എന്തും വരട്ടെ, ഇനി ഒരു നല്ല ജീവിതം തനിക്ക് വേണം. പക്ഷേ ആൻ്റണിയോട് എല്ലാം തുറന്നു പറയുന്നതാവും നല്ലത്. അവൾ ആലോചനയുടെ ചുഴലിൽ പെട്ടു വലഞ്ഞു. ഓഫീസ് ടൈം കഴിഞ്ഞ് ഫ്ലാറ്റിലെത്തിയിട്ടും വിനിതയ്ക്ക് സമാധാനമുണ്ടായിരുന്നില്ല. ആൻ്റണിയുടെ കൂടെ നടക്കുമ്പോൾ പലകുറി പറയാൻ തോന്നി. എന്നാൽ എന്താണ് താൻ പറയേണ്ടത്? താനൊരു പേയാണെന്നോ?
ആൻ്റണിയുടെ കണ്ണിൽ മാത്രം താൻ എല്ലാവരിലും കാണുന്ന കാമം കണ്ടിട്ടില്ല. പകരം അവിടെ തനിക്ക് മനസ്സിലാവാത്ത സ്നേഹമായിരുന്നു, തന്നോടുള്ള പ്രേമമായിരുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് വന്ന ആണുങ്ങളൊന്നും തനിക്ക് സ്നേഹമോ കരുതലോ തന്നിട്ടില്ല. പകരം ദേഹത്തിൻ്റെ വിശപ്പ് മാറ്റാനുള്ള മരുന്നാണ് തന്നത്. അവരൊക്കെ തന്നെ നാശത്തിൻ്റെ പാതിയിലൂടെ നടത്തി. ദൈവമേ, നീ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. ഏറെ നാളുകൾക്ക് ശേഷം അവൾ മറന്നുപോയ ദൈവത്തെ ഓർത്തു. അവളുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്തു. ശേഷം ടേബിളിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് സ്ക്രീനിൽ ആൻ്റണി എന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് ചെവിയോട് ചേർത്തു. അവളുടെ മനസ്സിൽ ചില തീരുമാനങ്ങൾ എടുത്ത ശേഷം ടേബിളിൽ ഇരിക്കുന്ന ഫോൺ എടുത്ത് സ്ക്രീനിൽ ആൻ്റണി എന്ന നമ്പറിലേക്ക് കോൾ ചെയ്ത് ചെവിയോട് ചേർത്തു. ബിനി. ഫോൺ എടുത്ത വഴി അവൻ്റെ ശബ്ദം അവളുടെ ചെവിയിൽ പതിഞ്ഞു. ആൻ്റണി, എനിക്ക് നാട്ടിലേക്ക് പോവാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്യൂ. ഒരുമിച്ച് ആവാം മടക്കം. അവൾ ചിരിയോടെ പറഞ്ഞിട്ട് ബെഡിലേക്ക് ചാഞ്ഞു. സത്യം? അവൻ വിശ്വാസം വരാതെ ചോദിച്ചു. സത്യം. അടുത്ത ആഴ്ച ലീവ് അപ്ലൈ ചെയ്യാം. ലീവുണ്ടല്ലോ. നമുക്ക് ഒരു നിശ്ചയമെങ്കിലും നടത്തിയിട്ട് നമുക്ക് തിരിച്ചു വരാം, അവൾ പറഞ്ഞു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തിനാ നിശ്ചയം? കല്യാണം കഴിഞ്ഞിട്ട് പോന്നാൽ മതി. എനിക്ക് എന്ത് കൊതിയുണ്ടെന്നോ. എന്തിന്? നാട്ടിൽ പോവാനാണോ? അവൾ കളിയാക്കി ചോദിച്ചിട്ട് വായ പൊത്തിച്ചിരിച്ചു. അല്ല പെണ്ണെ, നിന്നെ എൻ്റെ മാത്രമാക്കി കൂടെ കൂട്ടാൻ എനിക്കിഷ്ടമല്ല. ഇവിടെയുള്ളവന്മാരുമായി നീ സംസാരിക്കുന്നത് പോലും. അവന്മാരുടെ നോട്ടം ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. വൃത്തികെട്ടവന്മാർ. നീ സാരിയാണ് ഉടുക്കുന്നതെങ്കിൽ അവന്മാരുടെ നോട്ടം എനിക്ക് ചിലപ്പോൾ കൊല്ലാൻ തോന്നിയിട്ടുണ്ട്. നിന്റെ വയറിലാ അവൻ്റെയൊക്കെ നോട്ടം, പിന്നെ നെഞ്ചിലും. എൻ്റെ മാത്രമാവുമ്പോൾ എനിക്ക് പ്രതികരിക്കാം. വേണമെങ്കിൽ നല്ലോണം കൊടുക്കാം. ആരും ചോദിക്കാൻ വരില്ല. എൻ്റെ ഭാര്യയെ നോക്കിയതിനാ ഞാൻ കൊടുത്തതെന്ന് പറയാലോ. ആൻ്റണി അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഏയ്, അവന്മാർ നോക്കട്ടെ. സൗന്ദര്യം ആസ്വദിക്കാനുള്ളതാണ്. അതറിയില്ലേ? അവൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ അവന്മാരുടെ സ്വന്തം പെണ്ണിനെ നോക്കിയാൽ മതി. എൻ്റെ പെണ്ണിനെ ഞാൻ നോക്കിക്കൊള്ളാം. ആയിക്കോട്ടെ, എന്നാൽ നാളെ കാണാം. കുറച്ച് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യാം. നിനക്ക് ജോലി വല്ലതും തീർക്കാനുണ്ടെങ്കിൽ ചെയ്തോ, ആൻ്റണി പറഞ്ഞു. കുറച്ച് പണിയുണ്ട്, അത് പിന്നെ ചെയ്യാം. ആൻ്റണി പറ, ഞാൻ കേൾക്കാം. ബിനി ഫോണുമായി സെറ്റിയിലേക്ക് ഇരുന്നു. പണിയെല്ലാം മാറ്റിവെച്ച് ആൻ്റണിയെ കേൾക്കാൻ തയ്യാറായി. ബിനി, ഞാൻ എന്നെപ്പറ്റി പറയട്ടെ? ഞാൻ കേൾക്കാനല്ലേ ഇരിക്കുന്നേ, ബിനി താൽപ്പര്യത്തോടെ പറഞ്ഞു. ബിനി, എൻ്റെ വീട്ടിൽ അത്ര ആസ്തിയൊന്നുമില്ല. ഉണ്ടായിരുന്നു. എൻ്റെ തന്ത എല്ലാം നശിപ്പിച്ചു. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ആഗ്രഹം എൻ്റെ പെങ്ങളുടെ കല്യാണമാണ്. അവളുടെ കല്യാണം നാടറിഞ്ഞു നടത്തണം. പിന്നെ നമുക്ക് അത് ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് പോരെ? നീ ഒറ്റ മോളായതുകൊണ്ട് നിൻ്റെ പപ്പയ്ക്ക് ആർഭാടമാക്കി കല്യാണം നടത്താനാവും ആഗ്രഹം. അത് വേണ്ടെന്ന് വെക്കാൻ നിൽക്കണ്ട. നമുക്ക് പറഞ്ഞു നോക്കാം. അവർ സമ്മതിച്ച് ഏറ്റവും അടുത്ത ഡേറ്റ് നോക്കി കല്യാണം, ആൻ്റണി പറഞ്ഞു കൊണ്ടിരുന്നു. എൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഈ കല്യാണം നടക്കൂ. പപ്പയും മമ്മിയും എൻ്റെ സന്തോഷത്തിന് വേണ്ടിയാണ് ജീവിച്ചത്. അവർക്ക് എൻ്റെ കല്യാണം ആഘോഷമാക്കാൻ ആഗ്രഹമുണ്ടാവും. അവർക്ക് ഞാൻ വിട്ടുകൊടുക്കുക എൻ്റെ കല്യാണം. നമ്മുടെ മനസ്സിലുള്ള കാര്യവും പറയാം. എന്നാലും ആൻ്റണി പറഞ്ഞത് പോലെ എനിക്കും അത്ര ഇഷ്ടമല്ല വലിയ കല്യാണത്തോട്. കല്യാണം മാത്രം ആഘോഷമാക്കിയിട്ട് കാര്യമില്ലല്ലോ. ജീവിതം അത് ആഘോഷമാക്കുന്നതിലാണ് കാര്യം. അതിന് നമുക്ക് കഴിയും. ബിനി വളരെ ആത്മാർത്ഥയോടെ, അതിലേറെ അവനോടുള്ള സ്നേഹവും ഉള്ളിൽ നിറച്ചുകൊണ്ട് പറഞ്ഞു. അത് എൻ്റെ പെണ്ണാ. നമ്മുടെ ജീവിതം കണ്ട് എല്ലാവരും കൊതിക്കും. നിന്റെ കണ്ണ് നിറയാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ സംഭവിച്ചാൽ ഞാൻ മരിച്ചെന്ന് കരുതിക്കോ. അത്രയ്ക്കും ഇഷ്ടാ പെണ്ണെ നിന്നെ എനിക്ക്, അറിയോ? ആൻ്റണി കൊഞ്ചിക്കൊണ്ട് അവളോട് ചോദിച്ചു. ഞാൻ ഇച്ഛായ എന്ന് വിളിക്കട്ടെ ആൻ്റണി തന്നെ? ബിനി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. നീ എന്ത് വിളിച്ചാലും എനിക്കിഷ്ടാ, ആൻ്റണി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഓഹോ, തെറി വിളിച്ചാലും? അവൾ കളിയാക്കി ചോദിച്ചു. തെറി വിളിച്ചോ, പക്ഷേ ഒരു കാര്യമുണ്ട്. എന്ത് കാര്യം? അവൻ്റെ ചോദ്യം കേട്ട് സംശയത്തോടെ ചോദിച്ചു. നിന്റെ മുമ്പിലെ ആ പല്ല് പിന്നെ കാണില്ല. അടിച്ചു താഴെയിടും ഞാൻ. എൻ്റെ മോൾക്ക് തെറി വിളിക്കാൻ തോന്നുമ്പോൾ കുഴപ്പമുണ്ടോ? അവൻ ഉറക്കെ ചിരിയോടെ ചോദിച്ചു. അയ്യടാ, എന്നെ തല്ലിയ തിരിച്ചു ഞാനും തരും. അവളും വിട്ടുകൊടുത്തില്ല. ഓ,
ആ കൈ പൊങ്ങിയാലല്ലേ? അവൻ വീണ്ടും ചിരിയോടെ പറഞ്ഞു. എന്നോട് മിണ്ടണ്ട, അവൾ പിണങ്ങിക്കൊണ്ട് പറഞ്ഞു. എൻ്റെ പെണ്ണ് പിണങ്ങിയോ? എൻ്റെ പെണ്ണിനെ തല്ലോ? ഞാൻ സ്നേഹിച്ചു കൊല്ലും നിന്നെ. എൻ്റെ ആവട്ടെ, കാട്ടിത്തരാം, അവൻ പ്രണയത്തോടെ പറഞ്ഞു. ചീ, ഈ ഇച്ചായൻ. അയ്യേ, എൻ്റെ പെണ്ണിന് നാണം വന്നു, എനിക്കൊന്നും കാണാൻ തോന്നുന്നു. അവൻ ഉറക്കെ ചിരിച്ചു. വീഡിയോ കോൾ ആക്ക്. ഓക്കെ. അവരുടെ പ്രണയം സല്ലാപം നേരം വെളുക്കുവോളം നീണ്ടു. തന്നെ ഒരു പെണ്ണായി കണ്ടത് ആൻ്റണി മാത്രമാണെന്ന് അവൾക്ക് തോന്നിപ്പോയി. പിറ്റേ ദിവസം തന്നെ രണ്ടുപേരും ലീവിന് അപ്ലൈ ചെയ്തു. നാട്ടിലേക്ക് വരുന്ന കാര്യം വിനിത പറഞ്ഞപ്പോൾ അമ്മയ്ക്കും അച്ഛനും പേടിയായി. നീ എന്ത് ഒപ്പിച്ചിട്ടാണ് വരുന്നത്? അമ്മ കരച്ചിലടക്കി ചോദിച്ചു. മമ്മി, പേടിക്കേണ്ട, നിങ്ങളുടെ പഴയ മോള് ചത്തു. ഇത് പുതിയ ബിനിയാണ്. സത്യാണോ? എത്ര നാളായി നീ എന്നെ മമ്മി എന്ന് വിളിച്ചിട്ട്? ഞാൻ പപ്പയ്ക്ക് ഫോൺ കൊടുക്കാം. പപ്പയോടും വളരെ സ്നേഹത്തോടെ സംസാരിച്ച് കോൾ കട്ടാക്കി. അന്ന് രാത്രി വിനിത വളരെ ശാന്തമായി ഉറങ്ങി. കല്യാണം മാത്രം എന്തോ പറയാൻ പറ്റിയില്ല. ഒരാഴ്ച കഴിഞ്ഞ് ഇരുവർക്കും ലീവ് കിട്ടി നാട്ടിലേക്കുള്ള ട്രെയിൻ കയറി യാത്രയായി. ഇതൊരു തുടക്കമാണ്. നല്ലതിനോ ചീത്തയ്ക്കോ അറിയില്ല, ബാക്കി പിന്നെ അറിയാം. അവർ ഇരുവരും ട്രെയിനിൽ ഇറങ്ങി രണ്ടു വഴി പിരിഞ്ഞു. വീട്ടിലെത്തിയ ബിനിയുടെ സ്വഭാവം കണ്ട് അപ്പനും അമ്മയും അതിശയിച്ചു. തൻ്റെ മകൾ തങ്ങളോട് സ്നേഹത്തോടെ സംസാരിക്കുന്നു, കൂടെ ഇരുന്നു സംസാരിക്കുന്നു, തമാശകൾ പറയുന്നു. അമ്മയുടെ മടിയിൽ തല വെച്ച് കിടന്ന് അവൾ ആൻ്റണിയുടെ കാര്യം പറഞ്ഞു. മകളുടെ പ്രണയം ആദ്യം ഒരു ഷോക്കായെങ്കിലും പിന്നെ ആലോചിച്ചപ്പോൾ മകളുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. എല്ലാവരോടും മകളുടെ ആഗ്രഹം മാതാപിതാക്കൾ അറിയിച്ചു. അവരോട് പെണ്ണ് ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ. അതല്ലേ നാട്ടുനടപ്പ്. വീട്ടിൽ മൂത്ത കാരണവർമാർ വിനിതയുടെ പപ്പയോട് പറഞ്ഞു. മോള് വിളിച്ചോളും, അവൾ പറഞ്ഞ അവർ ഓടി വരും അല്ലേ മോളെ? പപ്പ വിനിതയെ കളിയാക്കി ചോദിച്ചു. അവൾ അതിന് മറുപടിയായി ചിരിച്ചു. പറഞ്ഞ് സത്യമാണ്. തൻ്റെ ഇഷ്ടം വീട്ടുകാർ സമ്മതിച്ചു. ആൻ്റണി അറിഞ്ഞിട്ടില്ല. എത്ര വേഗം അറിയിക്കണം? ഇനിയൊന്നും തന്നിഷ്ടത്തിന് പാടില്ല. എല്ലാവരോടും അനുഗ്രഹത്തോടെ മതി. അവൾ ഫോണും എടുത്ത് റൂമിലേക്ക് പോയി. ആൻ്റണി എവിടെയാ? ഫോൺ കണക്റ്റ് ആയപ്പോൾ വിനിത സന്തോഷത്തോടെ ചോദിച്ചു. ഞാൻ വീട്ടിൽ. ഓരോ പ്രശ്നം കൊണ്ട് നേരെ ചൊവ്വേ നിന്നെയൊന്ന് വിളിക്കാൻ കൂടി പറ്റുന്നില്ല. ഒന്ന് തോന്നല്ലേ മോളെ? ആൻ്റണി വിഷമത്തോടെ മറുപടി നൽകി. അതൊക്കെ എനിക്കറിയാലോ. അതല്ലേ ഞാനും വിളിച്ചു ശല്യം ചെയ്യാതിരുന്നേ. ഒരു കാര്യമുണ്ട് ആൻ്റണി, ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം. അവൾ അവനിൽ ആകാംക്ഷ ഉണ്ടാക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ? വേഗം പറ, അവൻ ചോദിച്ചു. എന്നാ എൻ്റെ മോൻ കേട്ടോ, നമ്മുടെ കല്യാണത്തിന് എല്ലാവരും സമ്മതിച്ചു. നാളെ തന്നെ വീട്ടുകാരുമായി ഇവിടെ വന്ന് ഒഫീഷ്യലായി പെണ്ണ് ചോദിക്കണം. അവൾ അവനോട് സന്തോഷത്തോടെ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. സത്യമാണോ? ഞാൻ ഇവിടെ ഇപ്പോൾ തന്നെ പറഞ്ഞിട്ട് ടൈം നിന്നെ വിളിച്ചു പറയാം. അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ നിമിഷം വരെ ഓരോ പ്രശ്നങ്ങളായിരുന്നു. അതിൻ്റെ ഇടയിൽ കല്യാണക്കാര്യം പറയാൻ പറ്റിയില്ല. ഓക്കെ, എന്നാ പോയി പറ. രാത്രി വിളിക്കാൻ. അവൾക്ക് സന്തോഷം നിയന്ത്രിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ മോളെ, ഐ ലവ് യു, അവൻ പ്രണയത്തോടുകൂടെ പറഞ്ഞു. ലവ് യു ടു ആൻ്റണി. തിരിച്ച് അവൾ അവന് പ്രണയത്തോടെ മറുപടി നൽകി. രാത്രി ആൻ്റണിയുടെ അപ്പൻ വിനിതയുടെ ഫോണിലേക്ക് വിളിച്ചു. മോളെ, ഞാൻ ആൻ്റണിയുടെ ഡാഡിയാണ്. മോളുടെ പപ്പ അവിടെ ഇല്ലേ? ആൻ്റണിയുടെ പപ്പ ഫോണിൽ കൂടി സന്തോഷത്തോടെ ചോദിച്ചു. നല്ല പപ്പയാണല്ലോ. ഇദ്ദേഹത്തെ പറ്റിയാണോ ആൻ്റണി പറഞ്ഞത്? മാന്യമായ സംസാരം. ഒരു മദ്യപാനിയുടെ സംസാരമോ എടുത്തുചാട്ടമോ ഇല്ലാത്ത പക്വത നിറഞ്ഞ സംസാരം. അവൾ ഉള്ളിൽ പറഞ്ഞു. ഉണ്ട് ഡാഡി, കൊടുക്കാം, അവൾ പറഞ്ഞിട്ട് സെറ്റിയിലിരിക്കുന്ന പപ്പയ്ക്ക് ഫോൺ കൊടുത്തു. അവൾ സൗണ്ട് താഴ്ത്തി പപ്പയോട് ആരാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. പപ്പ ഫോൺ മേടിച്ച് ചെവിയോട് ചേർത്തു. ഹലോ, ഞാൻ ഫ്രാൻസിസ്. ആൻ്റണി എൻ്റെ മോനാ, അയാൾ സ്വയം പരിചയപ്പെടുത്തി. ഞാൻ വിനിതയുടെ പപ്പ ജോസഫ് വർഗി. പരസ്പരം പേരുകൾ പറഞ്ഞ് പരിചയപ്പെടുത്തി. ഇന്നാണ് ആൻ്റണി കാര്യങ്ങൾ പറയുന്നത്. അവൻ്റെ ഇഷ്ടമാണ് ഞങ്ങളുടെയും ഇഷ്ടം. സൺഡേ കുർബാന കഴിഞ്ഞ് ഞങ്ങളൊരു 15 പേര് വരും. അവിടെ എന്തെങ്കിലും അസൗകര്യമുണ്ടോ? അയാൾ കാര്യത്തിലേക്ക് കടന്നു.
ഒരു പ്രശ്നവുമില്ല. എൻ്റെ അനിയന്മാരെയും വൈഫിൻ്റെ വീട്ടിലും സഹോദരികളെയും അറിയിക്കണം. എപ്പോൾ വന്നാലും ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങ് പോരെ, പപ്പ വളരെ സന്തോഷത്തോടെ പറഞ്ഞ് നിർത്തി. ബിനിയുടെ മമ്മി എല്ലാം കേട്ട് അടുത്തുണ്ട്. അവർ മകളുടെ കൈ പിടിച്ച് അടുത്തിരുത്തി. അപ്പോൾ വന്നിട്ട് വിശദമായി പരിചയപ്പെടാം. എന്നാൽ ഫോൺ ആൻ്റണിക്ക് കൊടുക്കാം. അയാൾ ആൻ്റണിയുടെ ഫോൺ കൊടുത്ത് ഭാര്യയോട് സംസാരിക്കാൻ തിരിഞ്ഞു. ആൻ്റണി ആദ്യമായാണ് ബിനിതയുടെ പപ്പയോടും സംസാരിക്കുന്നത്. അവന് സംസാരിക്കാൻ ഒരു മടി അനുഭവപ്പെട്ടു. എന്നാലും കുറച്ചു നേരം വിശേഷങ്ങൾ പരസ്പരം ചോദിച്ചു. ഇന്നാ മോളെ ആൻ്റണി, നിങ്ങൾ സംസാരിക്ക്, ഞാനൊന്നോട്ട് ചേട്ടനെ വിളിക്കട്ടെ. അവസാനം ഫോൺ മകൾക്ക് കൊടുത്തിട്ട് പപ്പയുടെ ഫോൺ എടുത്ത് ഭാര്യയെയും വിളിച്ചോണ്ട് സിറ്റൗട്ടിലേക്ക് പോയി. ആൻ്റണി, എനിക്കൊരുപാട് സന്തോഷമായി. മാതാപിതാക്കൾ പോയെന്ന് തോന്നിയപ്പോൾ അവൾ കൊഞ്ചലോടെ പറഞ്ഞു. അപ്പോൾ എനിക്കോ? ഇവിടെ ഇത് അവതരിപ്പിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. അവൻ അല്പം കളിയായും ഗൗരവത്തിലും പറഞ്ഞു. അതെന്തേ? അവൾ സംശയം പ്രകടിപ്പിച്ചു. അതോ, നമ്മുടെ നാട്ടിൽ പെങ്ങന്മാരെ നിർത്തിക്കൊണ്ട് ആങ്ങളമാർ കെട്ടിയാൽ ഭൂമി കുലുങ്ങി മാനം ഇടിഞ്ഞു വീഴും. നീ ഒറ്റ മോളെ, നിന്റെ എല്ലാ ഇഷ്ടത്തിനും കട്ട സപ്പോർട്ടായി പപ്പയും മമ്മിയും ഉള്ളത് കൊണ്ട് എൻ്റെ കൊച്ചു രക്ഷപ്പെട്ടു. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് ശരിയാ, അപ്പോൾ സൺഡേ കാണാം, അവൾ പറഞ്ഞു. അവനെ കാണാൻ അവൾ ഏറെ ആഗ്രഹിച്ചിരുന്നു. അവൻ്റെ ഭാര്യയാവാൻ അവൾ മനസ്സുകൊണ്ട് തയ്യാറായി കഴിഞ്ഞു. അറിവില്ലാത്ത പ്രായത്തിൽ ഒരുപാട് തെറ്റുകൾ താൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാലം തന്നിൽ നിന്നും തുളച്ചു നീക്കും. ആരും തൻ്റെ പുറകെ വരില്ല. എൻ്റെ മോള് അന്ന് ഏറ്റവും സുന്ദരിയായി നിൽക്കണം. അവളുടെ ചിന്തകളെ മുറിച്ചുകൊണ്ട് അവൻ്റെ സൗണ്ട് അവളുടെ ചെവിയിൽ പതിച്ചു. അത് ഞാൻ ഏറ്റു, അവൾ പറഞ്ഞു. അപ്പോൾ ഗുഡ് നൈറ്റ്. അവൻ ഫോൺ വയ്ക്കും മുൻപ് അവൻ പറഞ്ഞു. ഗുഡ് നൈറ്റ് ആൻ്റണി. അങ്ങനെ ആ ദിവസം വന്നെത്തി. ഉച്ച ആയപ്പോൾ അവർ വന്നെത്തി.